മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റിലെ വേനലിൻ്റെ ഒഴിവ് എന്ന പാഠഭാഗം നമുക്കിന്ന് വിശകലനം ചെയ്യാം. കേരള പാഠാവലിയിലെ ലാസ്റ്റ് പാഠഭാഗമാണ് വേനലിൻ്റെ ഒഴിവ്. ലോകപ്രശസ്ത കവയിത്രിയും കഥാകാരിയുമായ മാധവിക്കുട്ടിയുടെ ലളിതവും മനോഹരവുമായ ഒരു ചെറുകഥയാണ് വേനലിൻ്റെ ഒഴിവ്. കൽക്കട്ടയിൽ നിന്ന് മധ്യവേനൽ അവധിക്ക് നാട്ടിൽ വരുന്ന അച്ഛനും മകളും അവരെ കാത്തിരിക്കുന്ന മുത്തശ്ശിയുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. മാധവിക്കുട്ടിയുടെ മിക്ക കഥകളിലും എന്ന പോലെ ഈ കഥയിലും ഗ്രാമവും പ്രിയപ്പെട്ട വൃക്ഷങ്ങളും ചെറുപ്പത്തിൻ്റെ ഓർമ്മകളുമൊക്കെ കടന്നു വരുന്നുണ്ട്. കഥ എഴുതിയത് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? മാധവിക്കുട്ടി അല്ലേ? മാധവിക്കുട്ടി പിന്നീട് കമല സുരയ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1934 മാർച്ച് 21 തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്ത് നാലപ്പാട്ട് തറവാട്ടിലാണ് മാധവിക്കുട്ടി ജനിച്ചത്. ഇവരുടെ പിതാവ് VM നായർ, മാതാവ് പ്രശസ്ത കവയിത്രിയായ ബാലാമണി അമ്മ. ആദ്യ പേര് കമലാദാസ് എന്നായിരുന്നു. പിന്നീട് കമല സുരയ്യ എന്ന പേര് സ്വീകരിച്ചു. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ പ്രശസ്തയായ എഴുത്തുകാരിയാണ് കമല സുരയ്യ. മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത്. വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഏഷ്യൻ വേൾഡ് പ്രൈസ്, ഏഷ്യൻ പോയട്രി പ്രൈസ്, കെൻ്റ് അവാർഡ് ഇവയൊക്കെ മാധവിക്കുട്ടിക്ക് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങളാണ്. 3 നോവലുകൾ, കടൽമയൂരം, ഭയമെൻ്റെ നിശാവസ്ത്രം, എൻ്റെ സ്നേഹിത അരുണ, ചുവന്ന പാവാട, പക്ഷിയുടെ മണം, തണുപ്പ്, മാനസി, മാധവിക്കുട്ടിയുടെ തിരഞ്ഞെടുത്ത കഥകൾ, എൻ്റെ കഥ, ബാല്യകാല സ്മരണകൾ, വർഷങ്ങൾക്ക് മുൻപ്, ഡയറി കുറിപ്പുകൾ, നീർമാതളം പൂത്ത കാലം, നഷ്ടപ്പെട്ട നീലാംബരി, ചന്ദനമരങ്ങൾ, മനോമി, വീണ്ടും ചില കഥകൾ, ഒറ്റയടിപ്പാത, യാ അല്ലാഹ്, കവാടം, അമാവാസി, വണ്ടിക്കാളകൾ, കൽക്കട്ടയിലെ വേനൽ, കാമത്തിൻ്റെ അക്ഷരങ്ങൾ, പിതൃപരമ്പര, പഴയ കളിവീടും മറ്റു കവിതകളും, തിരഞ്ഞെടുത്ത കവിതകൾ, എങ്ങനെ പാടണമെന്ന് ആത്മാവിനെ അറിയൂ, ചൂളം വിളികൾ ഇവയൊക്കെ മാധവിക്കുട്ടിയുടെ പ്രധാന കൃതികളാണ്. 2009 മെയ് 31 മാധവിക്കുട്ടി അന്തരിച്ചത്. നീർമാതളവും ഞാവലുമൊക്കെ മാധവിക്കുട്ടിയുടെ ഇഷ്ടബിംബങ്ങളാണ്. അതായത് മാധവിക്കുട്ടിയുടെ മിക്ക കഥകളിലും നീർമാതളം, ഞാവൽ തുടങ്ങിയ മരങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് തന്നെ മെലിഞ്ഞ് വികൃതമായി വളഞ്ഞ് ശുഷ്കിച്ച കൊമ്പുകളോടുകൂടിയ ഒരു ചെറിയ മരത്തെ വർണ്ണിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ പ്രധാന കഥാപാത്രമായ മുത്തശ്ശി തന്നെയാണ് ആ ക്ഷീണിച്ച ചെറിയ മരമെന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇനി കഥ നോക്കാം. കഥയുടെ പേര് വേനലിൻ്റെ ഒഴിവ്. മെലിഞ്ഞ് വികൃതമായി വളഞ്ഞ് ശുഷ്കിച്ച കൊമ്പുകളോട് കൂടിയ ഒരു ചെറിയ മരമായിരുന്നു അത്. മഴ തീരെയില്ലാത്ത കാലമായിരുന്നതുകൊണ്ട് അതിൻ്റെ ഇലകൾക്കു മീതെ അരിവാളിൻ്റെ ആകൃതിയിൽ വളഞ്ഞിരുന്ന ഒരു ചുള്ളിക്കൊമ്പിൽ ഒരു 8 വല തൂങ്ങിക്കിടന്നിരുന്നു. തെക്കേപ്പറമ്പിൽ മരിച്ചവരെ ദഹിപ്പിക്കുമ്പോൾ നടന്ന തെങ്ങുകൾക്കിടയിൽ ഒരു വരമ്പിനോട് ചേർന്നു നിൽക്കുകയായിരുന്നു ആ മരം. ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് കഥയിൽ ആദ്യം പറയുന്നത് അല്ലേ? വൃക്ഷം എങ്ങനെയുള്ള വൃക്ഷമാണ്? മെലിഞ്ഞ് വികൃതമായി വളഞ്ഞ് ഇരിക്കുന്ന വൃക്ഷം അല്ലേ? അതിൻ്റെ കൊമ്പുകളൊക്കെ എന്താണ്? ശുഷ്കിച്ചിരിക്കുന്നു. ആകെ ഉണങ്ങി മെലിഞ്ഞ കൊമ്പുകളാണ് ഈ വൃക്ഷത്തിന് ഉള്ളത്. ഒരു ചെറിയ മരമാണ്. മഴ തീരെ ഇല്ലാത്ത കാലമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലകൾക്ക് മീതെ അരിവാളിൻ്റെ ആകൃതിയിൽ കൊമ്പുകൾ, ചുള്ളിക്കൊമ്പുകൾ വളഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? വളഞ്ഞിരുന്ന ആ ചുള്ളിക്കൊമ്പിലൊക്കെ 8 വല ഉണ്ടാക്കിയിരിക്കുന്നു. ഈ വൃക്ഷം
എവിടെയാണ് നിൽക്കുന്നത്? വീടിൻ്റെ തെക്കേ പറമ്പിലാണ്. അവിടെയാണ് സാധാരണ മരിച്ചവരെ ദഹിപ്പിക്കാറുള്ളത്. ആ മരിച്ചവരെ ദഹിപ്പിക്കുമ്പോൾ അവിടെ ഒരു തെങ്ങ് നടും. ആ നടുന്ന തെങ്ങുകൾക്കിടയിൽ ഒരു വരമ്പിനോട് ചേർന്ന് നിൽക്കുകയാണ് ഈ മരം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുത്തശ്ശി തന്നെയാണ് ആ ക്ഷീണിച്ച ചെറുമരം എന്ന് നമുക്ക് പറയാം അല്ലേ? കഥയിലെ ഒരു കഥാപാത്രം, ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു കഥാപാത്രമാണ് മുത്തശ്ശി. ബന്ധുക്കളും സുഹൃത്തുക്കളും ബാല്യകാല സുഹൃത്തുക്കളുമൊക്കെ കാലത്തും അകാലത്തും മരിച്ചുപോയ ഒരു പരിസരത്ത് ആ തറവാട്ടിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ് ആര്? മുത്തശ്ശി. ആ മുത്തശ്ശിയുടെ നിൽപ്പും ഈ വൃക്ഷത്തിൻ്റെ നിൽപ്പും ഒരുപോലെ തന്നെ. ഞാനിവിടെ വരേണ്ടവളല്ല, പക്ഷേ എന്നെ നശിപ്പിക്കരുത് എന്ന് ഞങ്ങളോട് അത് പറയുന്നതായി എനിക്ക് തോന്നി. വൃക്ഷങ്ങൾ എന്താണ് പറയുന്നതായിട്ട് തോന്നുന്നത്? അതായത് ഞാൻ ഇവിടെ വരേണ്ടവളല്ല, എന്നെ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് ആ വൃക്ഷം പറയുന്നതായിട്ട് ഇതിലെ കഥാപാത്രത്തിന് തോന്നുകയാണ്. അച്ഛനും മകളും ഒരു മുത്തശ്ശിയുമാണ് കഥയിലെ കഥാപാത്രങ്ങളെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഞാൻ എന്ന് പറയുന്നത് കഥയിലെ കുട്ടിയാണ്. ബാക്കി നോക്കൂ. ഞാൻ മുത്തശ്ശിയുടെ ഒപ്പം നടന്ന് തെങ്ങിൻ്റെ ചുവട്ടിൽ കിടന്നിരുന്ന മച്ചിങ്ങകൾ എൻ്റെ പാവാടയുടെ മടക്കിൽ നിക്ഷേപിക്കുകയായിരുന്നു. അതെന്തു മരാ? ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു. മുത്തശ്ശിക്ക് കാഴ്ചശക്തി ചെറുപ്പം മുതൽക്കേ വളരെ കഷ്ടിയായിരുന്നു. അതുകൊണ്ട് കണ്ണുകൾ അല്പം ഇറുക്കിക്കൊണ്ട് അവർ ഞാൻ ചൂണ്ടുന്നിടത്തേക്ക് നോക്കി. ഓ, അത് ഞാവലാ. ഞാവലോ? ആ, അമ്മു ഞാവലിൻ പഴം കണ്ടിട്ടില്ലേ? കടും വയലറ്റ് നിറത്തിൽ, കോട്ടിക്കായുടെ വലുപ്പത്തിൽ. അമ്മു കണ്ടിട്ടുണ്ടാവില്ല. കുട്ടി മുത്തശ്ശിയോടൊപ്പം നടന്ന് തെങ്ങിൻ്റെ ചുവട്ടിൽ കിടന്നിരുന്ന മച്ചിങ്ങകളൊക്കെ തൻ്റെ പാവാടയുടെ മടക്കിൽ നിക്ഷേപിക്കുന്നുണ്ട്. അതിനിടയിൽ കുട്ടി ഒരു മരം ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിച്ചു, അതെന്ത് മരാ? മുത്തശ്ശിക്ക് ചെറുപ്പം മുതലേ കാഴ്ചശക്തി കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണുകൾ അല്പം ഇറുക്കിക്കൊണ്ട് അവർ ഈ കുട്ടി ചൂണ്ടുന്നിടത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അത് ഞാവൽ മരമാണെന്ന് പറഞ്ഞു. പക്ഷേ കുട്ടി അങ്ങനെയൊരു മരത്തിൻ്റെ പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാവൽ മരം എന്ന് കുട്ടി കേട്ടിട്ടേയില്ല, ആ വൃക്ഷം കണ്ടിട്ടുമില്ല. അമ്മു ഞാവലിൻ പഴം കണ്ടിട്ടില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി ആ ഞാവൽപ്പഴം കുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? കടും വയലറ്റ് നിറത്തിലാണ് ഞാവൽപ്പഴം, അതുപോലെ ഗോട്ടിയുടെ വലുപ്പമാണ് അതിനുണ്ടാവുക അല്ലേ? അമ്മു ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കുട്ടിയുടെ ചോദ്യം എന്താണ്? അത് തിന്നാൻ പറ്റുമോ? പിന്നെ കുറച്ച് ചവർപ്പുണ്ടാവും, മധുരവും. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എത്ര തിന്നിരിക്കുന്നു. പറഞ്ഞപ്പോൾ ഒന്ന് ഓർമ്മ വരുന്നു. എൻ്റെ കൂടെ പഠിച്ചിരുന്നു ഒരു മഠത്തിൽ ദേവു. ആ ദേവുവിന് വലിയ കരുനാവേർന്നു. എന്നോട് പറയാണ് കുട്ടിയെ, കുട്ടിയുടെ കണ്ണ് കുപ്പിപ്പിഞ്ഞാണത്തിൽ ഞാവലിൻ പഴം ഇട്ട പോലെയാന്ന്. ഞാൻ കണ്ണു പൊട്ടുന്നെന്നെ വിചാരിച്ചു. അന്ന് രാത്രി എനിക്ക് ഉറക്കമുണ്ടായില്ല. ഞാവൽപ്പഴത്തിൻ്റെ പ്രത്യേകതകൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആര്? മുത്തശ്ശി അല്ലേ? ഞാവൽപ്പഴത്തിന് നല്ല ചവർപ്പുണ്ടാവും, അതിനിടയിൽ മധുരവും ഉണ്ടാവും. സ്കൂളിൽ പഠിക്കുമ്പോൾ മുത്തശ്ശി ഒരുപാട് തിന്നിരിക്കുന്നു ഞാവൽപ്പഴം. എന്നാൽ കുട്ടി ഇങ്ങനെ ഒരു പഴം കണ്ടിട്ടേയില്ല. ഞാവൽപ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് തൻ്റെ ബാല്യകാലത്ത് നടന്ന ഒരു സംഭവം ഓർമ്മ വരുന്നു. മുത്തശ്ശിയുടെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ് മഠത്തിൽ ദേവു. ആ ദേവുവിന് കരിനാവാർന്നു എന്നാണ് ആര് പറയുന്നത്? മുത്തശ്ശി പറയുന്നത്. കരിനാക്ക് എന്ന് നമ്മൾ പറയാറില്ലേ? അതായത് കരിനാക്കുള്ളവർ പറഞ്ഞതൊക്കെ ഫലിക്കുമെന്നാണ് പണ്ടുള്ളവരുടെ വിശ്വാസം. അപ്പോൾ കരിനാക്ക് ഉണ്ടായിരുന്നു ആർക്ക്? ദേവുവിന് എന്നാണ് മുത്തശ്ശി പറയുന്നത്. ആ കരിനാക്കുള്ള ദേവു മുത്തശ്ശിയോട് പറഞ്ഞത്രേ, മുത്തശ്ശി അന്ന് കുട്ടിയാണ്, മുത്തശ്ശിയോട് പറഞ്ഞത്രേ, കുട്ടിയുടെ കണ്ണ് കുപ്പിപ്പിഞ്ഞാണത്തിൽ ഞാവലിൻ പഴം ഇട്ട പോലെയാണ് എന്ന്. അത് കേട്ടപ്പോൾ തന്നെ തൻ്റെ കണ്ണ് പൊട്ടുമെന്നാണ് ആര് വിചാരിച്ചിട്ടുള്ളത്? മുത്തശ്ശി വിചാരിച്ചിട്ടുള്ളത്. കാരണം മുത്തശ്ശിയുടെ കണ്ണിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അന്ന് രാത്രി ഉറക്കമുണ്ടായില്ല ആർക്ക്? മുത്തശ്ശിക്ക്. മുത്തശ്ശി തെങ്ങിൻ്റെ ചുവട്ടിൽ കിടന്നിരുന്ന ഒരു കൊതുമ്പെടുത്ത് കുടഞ്ഞ് വിഷയം മാറ്റി. വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ അരിക്കാനാ. ഞാൻ ആ ഞാവൽ മരത്തിൻ്റെ അടുത്തേക്ക് നടന്നു. അതിൻ്റെ കടക്കൽ ഒരു മാളമുണ്ടായിരുന്നു. ആ ദേവു എവിടെ? ഞാൻ ചോദിച്ചു.
മുത്തശ്ശി ചിരിച്ചു. ദേവു ഒക്കെ മരിച്ചുപോയി. ഇനി ഞാൻ മാത്രമേ ജീവിച്ചിരിക്കണുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പോയി. കാർത്തു, വടക്കേമുറി ചിന്നമ്മു, മാരാത്തെ കുഞ്ഞു, ഇവരൊക്കെയായിരുന്നു മുത്തശ്ശിയുടെ കൂട്ടക്കാർ. മുത്തശ്ശി ദേവുവിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പിന്നീട് അവർ ആ വിഷയം മാറ്റി. എന്നിട്ട് അവിടെ തെങ്ങിൻ്റെ ചുവട്ടിൽ കിടന്നിരുന്ന ഒരു കൊതുമ്പെടുത്തിട്ട് കുട്ടിയോട് പറഞ്ഞു, വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ അരിക്കാനാ. നമ്മൾ ഇന്നത്തെ പോലെയുള്ള അരിപ്പകളൊന്നുമല്ല അന്ന് ഉപയോഗിച്ചിരുന്നത്. തെങ്ങിൻ്റെ കൊതുമ്പ് അരിപ്പയായിട്ട് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ കുട്ടി ഞാവൽമരത്തിൻ്റെ അടുത്തേക്ക് നടന്നു. അതിൻ്റെ കടക്കിലൊരു മാളമുണ്ട്. അതിനിടയിൽ മുത്തശ്ശിയോട് ചോദിച്ചു, ആ ദേവു എവിടെ? ഒരു ദേവുവിൻ്റെ കഥ മുത്തശ്ശി പറഞ്ഞു അല്ലേ, ആ ദേവു എവിടെ എന്ന് ചോദിച്ചു. അപ്പം മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയാണ്, ദേവു ഒക്കെ മരിച്ചുപോയി. ഇനി ഞാൻ മാത്രമേ ജീവിച്ചിരിക്കണുള്ളൂ. അതായത് മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മരിച്ചു. കാർത്തു, വടക്കേമുറി ചിന്നമ്മു, മാരാത്തെ കുഞ്ഞു, ഇവരൊക്കെയായിരുന്നു മുത്തശ്ശിയുടെ കൂട്ടുകാർ. അവരൊക്കെ മരിച്ചുപോയി. ഇനി മുത്തശ്ശി മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ആര് പറയുന്നത്? മുത്തശ്ശി പറയുന്നത്. അവരൊക്കെ മരിച്ചോ? ഇപ്പോൾ മുത്തശ്ശിക്ക് ആരുമില്ലേ ഫ്രണ്ടായിട്ട്? എനിക്ക് മുത്തശ്ശിയോട് കലശലായ അനുകമ്പ തോന്നി. ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ അരക്കെട്ട് കെട്ടിപ്പിടിച്ചു. മുത്തശ്ശിക്ക് ഞാനില്ലേ? ഞാൻ ചോദിച്ചു. അതേ അമ്മോ, മുത്തശ്ശിക്ക് അമ്മു മതി. അവർ എൻ്റെ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് പറമ്പിൽ നിന്നിറങ്ങി മുറ്റത്തേക്ക് എത്തി. എന്താ മുത്തശ്ശിയുടെ കൈ ഇങ്ങനെ ഞരമ്പ് പൊന്തിയിട്ട്? എൻ്റെ കയ്യിൽ ഞരമ്പേ ഇല്ല. മുത്തശ്ശിക്ക് ഫ്രണ്ടായിട്ട് ആരുമില്ലേ എന്ന് കുട്ടി ചോദിക്കുന്നുണ്ട് അല്ലേ. അതായത് മുത്തശ്ശിക്ക് ആരുമില്ല എന്ന് കുട്ടിക്ക് മനസ്സിലായി. മുത്തശ്ശിയുടെ ഫ്രണ്ട്സൊക്കെ മരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ മുത്തശ്ശിയോട് കലശലായ ഒരു അനുകമ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? ദയ അല്ലേ. ദയ തോന്നുകയാണ് കുട്ടിക്ക്. അങ്ങനെ കുട്ടി അവരുടെ അരക്കെട്ട് കെട്ടിപ്പിടിച്ചു. മുത്തശ്ശിക്ക് ഞാനുണ്ടെന്ന് ആരോട് പറയുന്നു? മുത്തശ്ശിയോട് പറയുന്നു. അപ്പോൾ മുത്തശ്ശി എന്താ പറയുന്നത്? എനിക്ക് അമ്മു മതി എന്ന് പറയുന്നു. മുത്തശ്ശി കുട്ടിയുടെ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് പറമ്പിൽ നിന്നിറങ്ങി മുറ്റത്തേക്ക് നടന്നു വന്നു. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, മുത്തശ്ശിയുടെ കൈ എന്താണ് ഇങ്ങനെ? മുത്തശ്ശിയുടെ കൈയൊക്കെ ഞരമ്പ് പൊന്തിയിരിക്കുന്നു. എന്നാൽ കുട്ടിയുടെ കയ്യിൽ ഞരമ്പില്ല. അതുകൊണ്ടാണ് കുട്ടി മുത്തശ്ശിയോട് എന്ത് ചോദിക്കുന്നത്? എന്താണിങ്ങനെ മുത്തശ്ശിയുടെ കൈ ഞരമ്പ് പൊന്തിയിട്ട് എന്ന് ചോദിക്കുന്നത്. ഏറ്റവും മുതിർന്ന മുത്തശ്ശിയും ഏറ്റവും ഇളയ കുഞ്ഞും തമ്മിൽ തികച്ചും ഗ്രാമ്യമായൊരു ഭാഷയിലാണ് അവിടെ സംസാരിക്കുന്നത്. മുത്തശ്ശി കയ്യിലുണ്ടായിരുന്ന കൊതുമ്പ് ഇറയത്തേക്കെറിഞ്ഞ് കുളപ്പുരയിലേക്ക് നടന്നു. മുത്തശ്ശിയുടെ സൂപ്പിൻ കഷണം വച്ചിരുന്ന അടപ്പില്ലാത്ത ചുവന്ന വെട്ടിയും ഒരു തോർത്തുമുണ്ടും കുളക്കടവിൽ കല്ലിന്മേൽ ഉണ്ടായിരുന്നു. ഞാനിത് ഇവിടെ വച്ചത് തീരെ മറന്നുട്ടോ. മുത്തശ്ശി സോപ്പ് എടുത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. കാക്ക കൊണ്ടുപോകാഞ്ഞത് ഭാഗ്യം. കാക്ക സോപ്പ് തിന്നുമോ? തിന്നില്ല, പക്ഷേ ഭംഗി കണ്ട കൊത്തിക്കൊണ്ടുപോകും. ഞാൻ വിചാരിച്ചു, മുത്തശ്ശി എന്ത് വിഡ്ഢിയാണ്. മുത്തശ്ശിയുടെ സോപ്പിൻ കഷണത്തിന് യാതൊരു ഭംഗിയുമില്ലല്ലോ. പിന്നെ എന്തിനാണ് അത് കാക്ക കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നത്? മുത്തശ്ശിയുടെ സോപ്പിൻ കഷണവും അതിട്ട് വയ്ക്കുന്ന അടപ്പില്ലാത്ത ചുവന്ന പെട്ടിയും കുളക്കടവിൽ മറന്നു വച്ചിരുന്നു. മുത്തശ്ശി ഉടനെ അതെടുക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ അത് ആ കല്ലിൽ തന്നെ ഉണ്ടായിരുന്നു. കാക്ക എടുത്തു കൊണ്ടുപോകാഞ്ഞത് ഭാഗ്യമെന്ന് മുത്തശ്ശി പറയുന്നു. അപ്പോൾ കുട്ടിക്കൊരു സംശയം, കാക്ക സോപ്പ് തിന്നുമോ? മുത്തശ്ശിയോട് ചോദിച്ചു, കാക്ക സോപ്പ് തിന്നുമോ എന്ന് ചോദിച്ചു. തിന്നില്ല, പക്ഷെ ഭംഗി കണ്ടാൽ കാക്ക അത് കൊത്തിക്കൊണ്ടുപോകും എന്നാണ് മുത്തശ്ശി പറഞ്ഞത്. പക്ഷേ കുട്ടിയുടെ ഉള്ളിൽ ചിരിയാണ് വന്നത് അല്ലേ. കുട്ടി എന്ത് ചിന്തിച്ചു? മുത്തശ്ശി വിഡ്ഢിയാണ്. മുത്തശ്ശിയുടെ സോപ്പിൻ കഷ്ണത്തിന് ഒരു ഭംഗിയുമില്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് കാക്ക കൊണ്ടുപോകുന്നത് എന്ന് ആര് വിചാരിച്ചു? കുട്ടി വിചാരിച്ചു. ജോലിക്കായി അന്യദേശങ്ങളിലെ നഗരജീവിതത്തിലേക്ക് കുടിയേറിയവർ അനുഭവിക്കുന്ന ശൂന്യത നമുക്ക് കഥയിൽ കാണാം. അതേറെ പ്രകടമാകുന്നത് കുട്ടികളിലാണ്. അവർക്ക് നാട്ടറിവുകളോ ഗ്രാമപരിസരങ്ങളുമായിട്ടുള്ള ബന്ധമോ ഒന്നുമില്ല. അവർക്കതൊക്കെ നഷ്ടമാവുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഗ്രാമീണമായ സർവ്വ അറിവുകളും ഉള്ളയാളാണ്. ഞാവൽ മരം അടക്കമുള്ള വൃക്ഷങ്ങളെക്കുറിച്ചും കാക്ക തുടങ്ങിയ പക്ഷികളെക്കുറിച്ചൊക്കെ അവർക്ക്
നന്നായി അറിയാം. അത് പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മുത്തശ്ശി. കാക്കയ്ക്ക് തേഞ്ഞ് തേഞ്ഞ് ഒരു ചെറിയ ഓട്ടിൻ കഷ്ണം പോലെ ആയിക്കഴിഞ്ഞ ഈ സോപ്പ് ഇഷ്ടപ്പെടുമോ? കാക്കയ്ക്ക് ഭംഗി അറിയും ഇല്ലേ? ഞാൻ ചോദിച്ചു. കാക്കയ്ക്ക് ഭംഗിയൊക്കെ അറിയും. സംശയമുണ്ടോ? ഇല്ലെങ്കിൽ അവിറ്റ എണ്ണയോടം കണ്ടാൽ കൊത്തിപ്പറക്കണത് എന്തിനാ? പക്ഷികൾക്ക് നല്ല ബുദ്ധിയുണ്ട് അമ്മോ. മനുഷ്യരെക്കാളും വിവരവും തൻ്റെടവും അവയ്ക്കാം. അതെന്താ അങ്ങനെയാ? അതന്നെ. മുത്തശ്ശി എൻ്റെ കുപ്പായം ഊരിയെടുത്ത് വെള്ളത്തിൽ മുക്കി കല്ലിന്മേൽ വെച്ചു. എന്നിട്ട് തിരുമ്പുന്ന സോപ്പ് പതച്ച് അതിന്മേൽ തേച്ചു തുടങ്ങി. മുത്തശ്ശി, ഞാൻ സ്കൂള് തുറന്ന് കൽക്കട്ടയ്ക്ക് പോയാൽ മുത്തശ്ശിയുടെ കൂടെ കുളത്തിലേക്ക് ആരാ വരിക? ആരുണ്ടാവില്ല അമ്മോ. അപ്പോൾ മുത്തശ്ശിക്ക് പേടിയാവില്ലേ? മുത്തശ്ശി തുണി തിരുമ്പുന്നത് നിർത്തി എൻ്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കി ചിരിച്ചു. മുത്തശ്ശിക്ക് പേടിയാവില്ല അമ്മോ. മുത്തശ്ശി കുട്ടിയല്ലല്ലോ. മുത്തശ്ശിക്ക് എത്ര വയസ്സായിന്ന് അറിയോ? ഞാൻ തലയാട്ടി. 68. ഈ ചിങ്ങത്തിൽ 69 മുത്തശ്ശി എപ്പോഴാണ് മരിക്കുക? തേഞ്ഞ് തേഞ്ഞ് ഓട്ടിൻ കഷ്ണം പോലെ ആയിക്കഴിഞ്ഞ സോപ്പ് കാക്കയ്ക്ക് ഇഷ്ടപ്പെടുമോ? കാക്കയ്ക്ക് ഭംഗിയൊക്കെ അറിയോ? എന്നൊക്കെ കുട്ടി മുത്തശ്ശിയോട് ചോദിക്കുന്നു. അപ്പോൾ മുത്തശ്ശി പറയാണ്, കാക്കയ്ക്ക് ഭംഗിയൊക്കെ അറിയും, സംശയമൊന്നുമില്ല. അവ എന്തെങ്കിലും കണ്ടാൽ അവിടെ കൊത്തിപ്പറക്കുന്നത് കണ്ടിട്ടില്ലേ? പക്ഷികൾക്ക് നല്ല ബുദ്ധിയാണ്. മനുഷ്യന്മാരെക്കാളും വിവരവും തൻ്റെടവും ഉള്ളവയാണ് ആര്? പക്ഷികൾ എന്ന് മുത്തശ്ശി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. പ്രകൃതിയെ സൂക്ഷ്മമായി അറിയുക എന്നത് പഴയ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് കാക്കയ്ക്ക് നല്ല ബുദ്ധിയുണ്ട് എന്ന് അമ്മൂമ്മ കണ്ടെത്തുന്നത്. മുത്തശ്ശി കുട്ടിയുടെ കുപ്പായം ഊരിയെടുത്ത് വെള്ളത്തിൽ മുക്കി കല്ലിന്മേൽ വെച്ചു. എന്നിട്ട് അത് തിരുമ്പാൻ തുടങ്ങി. തിരുമ്പുന്ന സോപ്പെടുത്ത് പതച്ചത് തേച്ച് തുടങ്ങി. അതിനിടയിൽ കുട്ടി വീണ്ടും പറയാണ്, ഞാൻ സ്കൂൾ തുറന്നാൽ എവിടേക്ക് പോവും? കൽക്കട്ടയ്ക്ക് പോവും. അങ്ങനെ കൽക്കട്ടയ്ക്ക് പോയാൽ മുത്തശ്ശിയുടെ കൂടെ കുളത്തിലേക്ക് ആരാ വരിക? അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ആരും ഉണ്ടാവില്ല അമ്മോ. എൻ്റെ കൂടെ വരാൻ ആരുമില്ല. അതായത് മുത്തശ്ശി അവിടെ തറവാട്ടിൽ തനിച്ചാണ് കഴിയുന്നത്. അപ്പോൾ മുത്തശ്ശിക്ക് പേടിയാവില്ലേ? മുത്തശ്ശി തുണി തിരുമ്പുന്നതൊക്കെ നിർത്തിയിട്ട് കുട്ടിയുടെ മുഖത്തേക്ക് തലയുയർത്തി നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുത്തശ്ശിക്ക് പേടിയാവില്ല. മുത്തശ്ശി കുട്ടിയല്ലല്ലോ. മുത്തശ്ശിക്ക് വയസ്സ് 68. ഈ ചിങ്ങത്തിൽ 69 വയസ്സാവും. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് പേടിയില്ല എന്നാണ് കുട്ടിയോട് മുത്തശ്ശി പറയുന്നത്. അടുത്ത ചോദ്യം കുട്ടി ചോദിക്കുന്നത് എന്താണ്? മുത്തശ്ശി എപ്പോഴാ മരിക്കുക എന്നാണ്. എപ്പോഴാന്ന് എങ്ങനെ അറിയുക? ദൈവത്തിന് തോന്നുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും. അതന്നെ. ഈ തറവാട്ടിൽ ആരും ഇത്ര കാലം ജീവിച്ചിരുന്നിട്ടില്ല. അമ്മ മരിച്ചത് 40-ാം വയസ്സിലാണ്. അമ്മ 45. അമ്മമ്മയും 50 ആവണേൻ്റെ മുമ്പേ പോയി. പിന്നെ കമലം. ഞാൻ മാത്രം മരിക്കണില്ല. എന്തൊക്കെ അനുഭവിക്കാനാണാവോ ഈ മഹാഭാവിയെ ഇങ്ങനെ ഇരുത്തിയിരിക്കണത്? മുത്തശ്ശി മുണ്ടിൻ്റെ ഒരു തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചു. മൂക്ക് ശബ്ദത്തോടെ ചീറ്റി. മുത്തശ്ശി അടുത്തു മരിക്കുമോ? മുത്തശ്ശി മരിക്കുക എപ്പോഴാണെന്ന് മുത്തശ്ശിക്ക് അറിയില്ല എന്ന് കുട്ടിയോട് വളരെ നിഷ്കളങ്കതയോടുകൂടി മുത്തശ്ശി പറയുന്നു. ദൈവത്തിന് തോന്നുമ്പോൾ ദൈവം അങ്ങോട്ട് കൊണ്ടുപോകും. അതായത് മുത്തശ്ശിയുടെ തറവാട്ടിൽ ആരും അധികകാലം ജീവിച്ചിട്ടില്ല. അമ്മ 40-ാമത്തെ വയസ്സിൽ മരിച്ചു. ഇവരുടെ അമ്മാമ്മ 45 വയസ്സിൽ മരിച്ചു. പിന്നെ അമ്മമ്മയും 50 ആവണേൻ്റെ മുമ്പേ മരിച്ചുപോയി. പിന്നെ കമലം എന്ന് പറയുന്നത് ഇവരുടെ ഏക മകളാണ്. എന്നാൽ ഞാൻ മാത്രം മരിക്കണില്ല. എന്തൊക്കെയോ എന്നെക്കൊണ്ട് അനുഭവിപ്പിക്കാൻ ഉണ്ടാവും എന്നാണ് ആര് പറയുന്നത്? മുത്തശ്ശി പറയുന്നത്. എന്നിട്ട് മുത്തശ്ശി മുണ്ടിൻ്റെ ഒരു തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചു. മൂക്ക് ശബ്ദത്തോടെ ചീറ്റി. അതായത് മുത്തശ്ശി കരയുകയാണ്. മുത്തശ്ശി അടുത്തു മരിക്കുമോ എന്ന് കുട്ടി വീണ്ടും ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി ചിരിക്കുവാൻ ശ്രമിച്ചു. അവരുടെ പല്ലുകൾ തേഞ്ഞും ചുവന്നുമിരുന്നു. അവരുടെ വായിൽ വെറ്റിലയുടെയും കളിയടക്കയുടെയും സുഗന്ധം ഇടയ്ക്കിടയ്ക്ക് പുറപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ അവരുടെ കഴുത്തിൽ കൈയിട്ട് എൻ്റെ മുഖം അവരുടെ കവിളത്ത് അമർത്തിക്കൊണ്ട് ഉറക്കെ യാചിച്ചു. മരിക്കില്ലാന്ന് പറയൂ. മുത്തശ്ശി മരിക്കില്ലാന്ന് പറയൂ. എന്നോട് സത്യം ചെയ്യണം, മരിക്കില്ലാന്ന്. മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ശരി അമ്മോ, ശരി, മുത്തശ്ശി മരിക്കില്ല. എന്നാൽ പോരെ. മുത്തശ്ശി അടുത്ത് മരിക്കുമോ എന്ന കുട്ടിയുടെ ചോദ്യം കേട്ടപ്പോൾ മുത്തശ്ശി ചിരിക്കാൻ ശ്രമിച്ചു.
അവരുടെ പല്ലുകൾ തേഞ്ഞ് ചുവന്നിരിക്കുന്നു. അവരുടെ വായിൽ നിന്ന് കളിയടക്കയുടെയും വെറ്റിലയുടെയും സുഗന്ധം പുറപ്പെട്ടുകൊണ്ടിരുന്നു. അതായത് മുറുക്കുന്ന സ്ത്രീയാണ് ആര്? മുത്തശ്ശി. കുട്ടി എന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി മരിക്കില്ല എന്ന് പറയണം, എന്നോട് സത്യം ചെയ്യണം മരിക്കില്ല എന്ന്. അപ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം കുട്ടി ആഗ്രഹിക്കുന്നത് പോലെ മുത്തശ്ശിക്ക് മരിക്കാതിരിക്കാൻ കഴിയോ? ഇല്ല. ദൈവം വിളിക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് പോകണം. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു. ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ശരി, മുത്തശ്ശി ഒരിക്കലും മരിക്കില്ല എന്ന് കുട്ടിയോട് പറഞ്ഞു. ഇനിയത്തെ കൊല്ലം വരുമ്പോഴേക്കും അമ്മു ഇത്തിരി കൂടി വലുതായിട്ടുണ്ടാവും, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിയോ? മുത്തശ്ശി വലുതായിട്ടുണ്ടാവുമോ? മുത്തശ്ശി ചിരിച്ചു. മുത്തശ്ശി ഇനി വലുതാവുമോ? മുത്തശ്ശി ഇനി ചെറുതാവുക ചെയ്യുക, ചുളിഞ്ഞ് ചെറുതാവുക. അതന്നെ. എനിക്ക് പെട്ടെന്ന് ആ ചെറിയ ഞാവൽ മരത്തെ പറ്റി ഓർമ്മ വന്നു. മുത്തശ്ശി, ആ ഞാവൽ മരല്ലേ? ഞാവൽ മരം, അത് എത്ര കാലമായി ഉണ്ടായിട്ട്? അതാരാ നട്ടത്? ആരാ നട്ടത് എനിക്കറിയില്ല. ഞാൻ ഓർക്കുമ്പോഴൊക്കെ അത് അവിടെ ഉണ്ട്. അതിന്മേൽ പഴം ഉണ്ടാവുമോ? ഇനി പഴം ഉണ്ടാവുമോ? അമ്മോ, എനിക്കറിയില്ല. ഉണ്ടായാൽ തന്നെ വലുതാവില്ല തീർച്ച. അതെന്താ? അതങ്ങനെയാ. അതന്നെ. മുത്തശ്ശി, എന്താ അമ്മോ? ഒരു പക്ഷേ ഞാൻ ഇനിയത്തെ കൊല്ലം വരുമ്പോൾ അതിൽ പഴം ഉണ്ടാവും. എന്നിട്ട് ഞാനും മുത്തശ്ശിയും കൂടി അത് പൊട്ടിച്ച് തിന്നും. കുഞ്ഞുങ്ങൾ വലുതാവുമ്പോൾ മുത്തശ്ശിമാർ ചെറുതാവുകയാണെന്ന് മാധവിക്കുട്ടി സൂചിപ്പിക്കുന്നു അല്ലേ? താൻ ചുളിഞ്ഞ് ചെറുതാവുകയാണ് ചെയ്യുക എന്നാണ് മുത്തശ്ശി പറയുന്നത്. അവിടെയും ഞാവൽ മരത്തെ സാക്ഷിയാക്കിക്കൊണ്ടാണ് പറയുന്നത് അല്ലേ? ഞാവൽ മരം ആരാണ് നട്ടത് എന്ന് മുത്തശ്ശിക്ക് പോലും അറിയില്ല. അതിലിനി ഫലമുണ്ടാവും എന്നതിന് ഒരു ഉറപ്പുമില്ല. ഉണ്ടായാൽ തന്നെ ആ കായ വലുതാവില്ല. അതിൻ്റെ ഊർജമെല്ലാം തീർന്നിരിക്കുന്നു. തൻ്റെ അവസ്ഥയും അതുപോലെ തന്നെയാണ് എന്നാണ് അവിടെ ധ്വനി. ഇനിയത്തെ കൊല്ലം ഞാൻ വരുമ്പോൾ അതിൽ പഴം ഉണ്ടാവും. എന്നിട്ട് ഞാനും മുത്തശ്ശിയും കൂടി അത് പൊട്ടിച്ച് തിന്നും എന്ന് കുട്ടി മുത്തശ്ശിയോട് പറയുന്നു. വണ്ടിയിലേക്ക് എൻ്റെ ചെറിയ തോൽപ്പെട്ടിയും ശങ്കുണ്ണി നായർ തന്ന മലയാള പുസ്തകവും എടുത്തു വച്ചതിന് ശേഷം അച്ഛൻ വാതിൽക്കൽ വന്നു നിന്നു. മുത്തശ്ശിയുടെ മുഖം വല്ലാതെ തുടുത്തിരുന്നു. അങ്ങോട്ട് വരില്ല എന്ന് ശപഥം ചെയ്തിട്ടൊന്നുമില്ലല്ലോ? മുത്തശ്ശി പറഞ്ഞു. എനിക്ക് മകളായിട്ടും മകനായിട്ടും എല്ലാം അവളെ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പോയി. എന്നാലും മകൻ്റെ സ്ഥാനം നിങ്ങൾക്ക് പോവില്ലാലോ. മുത്തശ്ശി തൻ്റെ വേഷ്ടിയുടെ അറ്റമെടുത്ത് മൂക്ക് ചീറ്റി മുഖം തുടച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. വരാം, ഇനിയത്തെ കൊല്ലം വരാം. സത്യം, എനിക്ക് ധൈര്യം പോരാഞ്ഞിട്ടാണ്, അല്ലാണ്ടൊന്നുമല്ല. ഞങ്ങൾ ഒന്നിച്ച് എല്ലാ കൊല്ലവും കടന്നു വന്നിരുന്ന ആ വീട്ടിൽ ഇപ്പോൾ ഞാൻ തനിച്ച് വന്ന് കയറുമ്പോൾ അമ്മ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ മനസ്സിന് കരുത്തില്ല. തെറ്റിദ്ധരിക്കില്ല. നിങ്ങളെ ആരെയും ഞാൻ തെറ്റിദ്ധരിക്കില്ല കേട്ടോ. എൻ്റെ കുട്ടികളെ ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. വണ്ടി ഇളകി തുടങ്ങിയപ്പോൾ അച്ഛൻ ജനവാതിലിൻ്റെ ചില്ലുകൾ ചുവട്ടിലേക്കിട്ടു. അച്ഛാ, എന്താ മോളെ? മുത്തശ്ശി ഇനിയത്തെ കൊല്ലം ആവുമ്പോഴേക്ക് മരിക്കുമോ? ഇല്ല, മരിക്കില്ല. മുത്തശ്ശി മരിക്കില്ല, സത്യം. അച്ഛൻ എന്നെയെടുത്ത് മടിയിൽ വെച്ച് എൻ്റെ മുഖത്ത് ഉമ്മ വെച്ചു. എന്നിട്ട് നിറഞ്ഞ കണ്ണുകളോടെ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ സത്യം ചെയ്യാം, മോളുടെ മുത്തശ്ശി ഒരിക്കലും മരിക്കില്ല. തീവണ്ടിയുടെ ചക്രങ്ങൾ ഗർജിച്ചു. മരിക്കില്ല, മരിക്കില്ല. കുട്ടിയുടെ അവധിക്കാലം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയമാണ്. വണ്ടിയിലേക്ക് പെട്ടിയും അതുപോലെ ശങ്കുണ്ണി നായർ തന്ന മലയാള പുസ്തകവും എടുത്തു വച്ചതിന് ശേഷം അച്ഛൻ വാതിൽക്കൽ വന്നു നിന്നു എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴിവിടെ കുട്ടിക്ക് ശങ്കുണ്ണി നായർ എന്ത് സമ്മാനിച്ചിട്ടുണ്ട്? ഒരു മലയാള പുസ്തകം സമ്മാനിച്ചിട്ടുണ്ട്. മുത്തശ്ശിയുടെ മകളുടെ കുട്ടിയാണ് കഥയിലെ കുട്ടി. അതുപോലെ മകളുടെ ഭർത്താവാണ് കഥയിൽ പറയുന്ന കുട്ടിയുടെ അച്ഛന്. അപ്പോൾ അദ്ദേഹം യാത്ര ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴും മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങോട്ട് വരില്ല എന്ന് ശപഥം ചെയ്തിട്ടൊന്നുമില്ലല്ലോ എന്ന്. അതായത് ഭാര്യ വീട്ടിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. അതിന് കാരണമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചിരിക്കുന്നു. അതായത് ഈ കുട്ടിയുടെ അമ്മ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇവർ 3 പേരും ഒരുമിച്ചാണ് എവിടേക്ക് ചെല്ലാറുള്ളത്? ഭാര്യ വീട്ടിലേക്ക് ചെല്ലാറുള്ളത്. ഇപ്പോൾ ഭാര്യ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ അദ്ദേഹത്തിന് ഒരു മടി. അതുകൊണ്ടാണ് അദ്ദേഹം ആ വീട്ടിലേക്ക്
പോകാതിരുന്നത് എന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അമ്മ തെറ്റിദ്ധരിക്കരുത്, എൻ്റെ മനസ്സിന് കരുത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടേക്ക് വരാത്തത് എന്ന് പറയുന്നു. എൻ്റെ മക്കളെ ആരെയും ഞാൻ തെറ്റിദ്ധരിക്കില്ല, ഒരിക്കലും എൻ്റെ കുട്ടികളെ തെറ്റിദ്ധരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് യാത്രയയപ്പ് നൽകുകയാണ് മുത്തശ്ശി. വണ്ടി ഇളകി തുടങ്ങിയപ്പോൾ അച്ഛനോട് മകൾ ചോദിക്കുന്നു, മുത്തശ്ശി ഇനിയത്തെ കൊല്ലമാകുമ്പോഴേക്ക് മരിക്കുമോ? അതായത് ഇനി ഒരു കൊല്ലം കഴിഞ്ഞ് വേനൽ അവധിക്കാണ് എവിടേക്ക് വരിക, നാട്ടിലേക്ക് വരിക അല്ലേ? അതുകൊണ്ട് തന്നെ അപ്പോഴേക്കും മുത്തശ്ശി മരിക്കുമോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്. അച്ഛൻ പറയുന്നു, ഒരിക്കലും മുത്തശ്ശി മരിക്കില്ല. അതായത് മോളുടെ മുത്തശ്ശി ഒരിക്കലും മരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. വിരുദ്ധമായ സാഹചര്യങ്ങളിൽ വളരുന്നവരാണ് മുത്തശ്ശിയും കുട്ടിയും. അവരുടെ ചിന്താഗതികളും വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള ഒരു തലമുറകളുടെ നിർമ്മലമായ സംഗമമാണ് കഥയിൽ ആവിഷ്കരിക്കുന്നത്. കഥയിൽ ശങ്കുണ്ണി നായർ ഒരു മലയാള പുസ്തകം കുട്ടിക്ക് സമ്മാനിക്കുന്നുണ്ട്. അന്യനാട്ടിൽ കഴിയുമ്പോൾ കുട്ടി ഭാഷ മറന്നുപോയേക്കാം. അത് സംഭവിക്കാതിരിക്കാനാണ് മലയാള പുസ്തകം. കഥാകാരിയുടെ ഭാഷാ സ്നേഹം അളവറ്റതാണെന്ന് ഇത് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം മുത്തശ്ശിമാർ മരിക്കരുത്, ആ സാന്നിധ്യം സമൂഹത്തിൽ എക്കാലത്തും ഉണ്ടാവണമെന്ന ശക്തമായ മോഹത്തോടെയാണ് വേനലിൻ്റെ ഒഴിവ് എന്ന കഥ അവസാനിക്കുന്നത്.